ഓക്കെ. ഹായ് സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ഓൾറെഡി ഒ-ബി-ജി സ്റ്റാർട്ട് ചെയ്തു എന്നറിയാം. സോ ഞാനും എടുക്കാൻ പോകുന്നത്, എൻ്റെ പേര് രമ്യ എന്നാണ്. ഞാനും നിങ്ങൾക്ക് ഒ-ബി-ജിയിലെ കുറച്ച് പോർഷൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇൻട്രാ യൂട്രൈൻ ഡെത്ത്, അല്ലെങ്കിൽ ഐ-യു-ഡി എന്ന് പറയും അല്ലെ? നിങ്ങൾ നിങ്ങളുടെ ബി-എസ്-സി പീരീഡിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഇതൊരു ഭയങ്കര ഒരു ഇന്റൻസ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ? ഡെത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നമുക്ക് നമ്മളെ എൻ്റയർ ഫാമിലി കൊടുക്കുന്നത്. സോ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആണ് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് അല്ലെ? അത് മദറിനെ മാത്രമല്ല, ഫാദറിനെ മാത്രമല്ല, എൻ്റയർ ഫാമിലിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഇൻട്രാ യൂട്രൈൻ ഡെത്തിനകത്ത് വരുന്നത്, അതിന്റെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്, നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കാം. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ദ ഫീറ്റസ് വിത്തിൻ ദ യൂട്രസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് വയബിലിറ്റി. അതായത് ഡെത്ത് ഓഫ് ദ ഫീറ്റസ് വിത്തിൻ ദ യൂട്രസ് അല്ലേ? അതായത് ബേബിയുടെ ഡെത്ത് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിൽ തന്നെ നടക്കുകയാണ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് വയബിലിറ്റി. അതായത് നമുക്കറിയാം ഒരു 14 വീക്സ് ആണ് നമ്മുടെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 14 വീക്സിന്റെ ഉള്ളിൽ ബേബിയുടെ ഡെത്ത് എപ്പോഴാണോ വിത്തിൻ ദ യൂട്രസിൽ നടക്കുന്നത് അതിനാണ് നമ്മൾ ഐ-യു-ഡി എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡെത്ത് എന്ന് പറയും. ഒരു 20 വീക്സ് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന് ഐ-യു-ഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 20 വീക്സിന് താഴെയുള്ള കേസിന് നമ്മൾ കൂടുതലായിട്ടും അബോർഷൻസ് എന്നാണ് പറയുക. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ ഡെത്ത് ഓഫ് ദ ഫീറ്റസ് within the uterus during the period of viability, and it result in the delivery of a macerated baby. Macerated baby എന്ന് പറഞ്ഞ ടേം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു മാസറേറ്റഡ് ബേബിയുടെ അപ്പിയറൻസ് ആണ്. കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര സ്കിന്നൊക്കെ അഴുകി, നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് പീൽ ചെയ്ത് അഴുകിയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്, നോർമൽ സ്കിൻ അല്ല. ഒരു ബേബി നമ്മുടെ യൂട്രസിന്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ, ഡെത്തായി കിടന്നു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ നോർമൽ പേഷ്യൻസ് നടക്കുന്ന അതേപോലെ തന്നെയാണ് സ്കിന്ന് പീൽ ചെയ്ത് വരുന്നൊരു സംഭവം. അത് ഭയങ്കര ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇതാണ് ഒരു മാസറേറ്റഡ് ബേബിയുടെ അപ്പിയറൻസ്. ലേബർ റൂമിലൊക്കെ നിന്ന് പരിചയമുള്ള ആളുകൾക്ക് ഇത് ഫെമിലർ ആയിട്ടുള്ളതാണ്, അല്ലാത്തവർക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇതാണ് ഒരു മാസറേറ്റഡ് ബേബി. ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചതേ ഉള്ളൂ. ദെൻ കമ്മിങ് ടു ദ ഇറ്റിയോളജീസ്, എന്തൊക്കെയായിരിക്കും കോസസ്? നമുക്കറിയാം, ഒരു ഐ-യു-ഡി ആയി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കോസസ് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? സോ വി ഹാവ് 3 കോസസ്. 3 കോസസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്: മെറ്റേണൽ കോസസ്, ഫീറ്റൽ കോസസ് ആൻഡ് പ്ലാസന്റൽ കോസസ്. മെയിൻലി 3 കോസസ് ആണുള്ളത്: മെറ്റേണൽ കോസസ്, ഫീറ്റൽ കോസസ് ആൻഡ് പ്ലാസന്റൽ കോസസ്. സോ ഈ 3 കോസസ് വെച്ച് നോക്കുമ്പോഴും among these 3 causes, about 25 to 40% ഓഫ് IUDs എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റൽ കോസസ് കാരണമാണ്. 3 കോസസ് ഉണ്ട്. ആ 3 കോസസിലും ഏറ്റവും കൂടുതൽ IUDs നടക്കാനുള്ള കാരണം ഫീറ്റൽ കോസസ് കാരണമാണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. 3 കോസസ് ഉണ്ട്: മെറ്റേണൽ കോസസ് ഉണ്ട്, ഫീറ്റൽ കോസസ് ഉണ്ട്, പ്ലാസന്റൽ കോസസ് ഉണ്ട്. ഈ 3 കോസസിലും ഏറ്റവും കൂടുതലും IUDs നടക്കാനുള്ള റീസൺ റിലേറ്റഡ് ടു ഫീറ്റൽ കോസസ് ആണ്. ദെൻ നമുക്കിത് ഡിസ്കസ് ആയിട്ട് ഓരോന്നോരോന്ന് കാണാം. മെറ്റേണൽ കോസസ് എന്തൊക്കെയായിരിക്കും? മെറ്റേണൽ കോസസ്, ഫോർ എക്സാമ്പിൾ, നമുക്ക് ലേബർ റൂമിൽ ഒരു പേഷ്യന്റ് വരാണ്, ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ പേഷ്യന്റ് നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ അവരുടെ അടുത്ത് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുന്നു. കൂടുതലായിട്ടും ചോദിക്കുന്ന ഹിസ്റ്ററീസ് അത് തന്നെയാണ് കോസസ്. നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടായിരുന്നോ, പ്രഗ്നൻസി പീരീഡിൽ ഷുഗർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടായിരുന്നോ? ഇത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത് നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കും, ഡോക്ടേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: ഒരു 2 ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് ഫീവർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സോ ഇത് തന്നെയാണ് നമ്മുടെ കോസസ്. നോക്കാം. ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി, നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റീസ്. ദെൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അതായത് എലവേറ്റഡ് ബ്ലഡ് പ്രഷർ ആണ് എന്ത് പ്രഗ്നൻസി പീരീഡിൽ. ഓൾറെഡി ചിലപ്പോൾ നമുക്ക് നേരത്തെ പ്രഷർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. ദെൻ മെറ്റേണൽ ഇൻഫെക്ഷൻസ്, അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, ടോർച്ച് ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മലേറിയ, ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലുവൻസ, അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതും എന്തിന് കാരണമാവാം? IUDs ഉണ്ടാവാനുള്ള കാരണമാണ്. ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഹൈപ്പർ പൈറക്സിയ, ഫീവർ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത്, ഹൈപ്പർ പൈറക്സിയ. ദെൻ നെക്സ്റ്റ് കോസ് ആണ് APLA സിൻഡ്രം. APLA സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് നശിപ്പിക്കുന്നു. സോ അത് ലീഡ്സ് ടു എന്താണ്? IUDs ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ത്രോംബോഫീലിയാസ്. ജസ്റ്റ് ഈ കോസസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ് കോസസ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദെൻ പോസ്റ്റ് ടേം പ്രഗ്നൻസി. പോസ്റ്റ് ടേം പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം 40 വീക്സ് ആണ് നമ്മുടെ പ്രഗ്നൻസി. 40 വീക്സ് കഴിഞ്ഞാലും നമ്മുടെ ഡെലിവറി ഒന്നും നടന്നിട്ടില്ല. ദെൻ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി നടക്കുകയാണ്. അപ്പോൾ ബേബിക്ക് ഡെത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ്. നമുക്കറിയാം ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു 25 വേണം ഫസ്റ്റ് പ്രഗ്നൻസി നടക്കേണ്ടത്. അതൊക്കെ സത്യമാണ്. ഒരു 30 എബോവ് 30 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? റിസ്ക് ആണെന്നാണ് പറയുക. അപ്പോൾ ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറഞ്ഞാൽ എബോവ് 35 ഒക്കെ ആവുക അല്ലെങ്കിൽ 30 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. അവർക്ക് എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഓൾറെഡി പ്രഷർ ഉണ്ടാവാം. അത് ചിലപ്പോൾ എലവേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചുകൂടെ കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ, അങ്ങനെ ഒരുപാട് വേറെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ദെൻ SLEs, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ദെൻ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ്. നമുക്കറിയാം നമ്മുടെ പ്രഗ്നൻസിയുടെ ഇനീഷ്യൽ സ്ക്രീനിങ് പീരീഡിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ദെൻ സീറോളജി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ TSH ചെക്ക് ചെയ്യില്ലേ? ഇപ്പോൾ ഈ കൂട്ടത്തിൽ പ്രഗ്നന്റ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ TSH ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ തൈറോയ്ഡ് എലവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അബോർഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ TSH ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്തിന് കാരണമാകും? IUDക്ക് കാരണമാണ്. ദെൻ BMI എബോവ് ഒരു 25 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? IUDs വരാൻ സാധ്യതയുണ്ട്. കാരണം ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇനീഷ്യൽ സ്ക്രീനിങ് പീരീഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? ഹൈറ്റ്, വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നത് അല്ലേ? ദെൻ നെക്സ്റ്റ് വന്നത് അബ്നോർമൽ ലേബർ. അബ്നോർമൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമൽ യൂട്രസ്. ഇപ്പൊ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള അമ്മയാണ്, ഒരു 140 ഒക്കെ ഹൈറ്റ് ഉള്ള ഒരു അമ്മയാണ്. അപ്പൊ നമുക്ക് വിചാരിക്കാം, നമ്മൾ ഓർത്ത് വെക്കണം, ഷോർട്ടാണ്. അപ്പൊ അവരുടെ പെൽവിസും അതിനനുസരിച്ച് ഷോർട്ട് ആയിരിക്കും. അപ്പൊ അവരുടെ ബേബി കുറച്ചുകൂടെ വലുതാണെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു അബ്നോർമലിറ്റി അല്ലേ? സോ അതൊരു അബ്നോർമൽ ലേബർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊരു എക്സാമ്പിൾ മാത്രമാണ് അബ്നോർമൽ ലേബറിന്. സോ ഗൈനക്, നമ്മുടെ പെൽവിസ് ചിലപ്പോൾ ഗൈനക്കോയിഡ് പെൽവിസ്, പ്ലാറ്റിപ്പെല്ലോയിഡ് പെൽവിസ്, അങ്ങനെ ഒരുപാട് ഗൈനക്കിന്റെ കുറച്ച് വെറൈറ്റീസ്, പെൽവിസിന്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ അബ്നോർമൽ ലേബർ ഉള്ള സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കാം? IUDs വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് എന്തൊക്കെ? മെറ്റേണൽ കോസസ്. നമുക്കൊന്നുകൂടെ പറയാം. ഡയബറ്റിസ്, pregnancy induced hypertension, maternal infections, hyperpyrexia, APLS syndrome, thrombophilia, then postpartum pregnancy, increased maternal age, SLE, thyroid dysfunction, BMI above 25, then abnormal labor. ഇതൊക്കെയാണ് മെറ്റേണൽ കോസസ്. ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുക, ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ പ്ലാസന്റൽ കോസസ്. പ്ലാസന്റൽ കോസസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി. എന്തായിരിക്കും പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി? Placental insufficiency എന്ന് പറഞ്ഞാൽ there is a failure of the placenta to deliver sufficient oxygen and nutrients to the baby. അതായത് ബേബിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനും ന്യൂട്രിയൻസും പ്ലാസന്റയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമ്മളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഹെൽത്തി പ്ലാസന്റയും കൊടുത്തിട്ടുണ്ട്, അൺഹെൽത്തി പ്ലാസന്റയും കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി പ്ലാസന്റ നല്ല പ്രോപ്പർ ആയിട്ട് ബേബിക്ക് ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അൺഹെൽത്തി പ്ലാസന്റ കുറച്ചുകൂടി ഒരു ഷ്രിങ്ക് ചെയ്തിട്ട് അതിന്റെ കളർ തന്നെ കണ്ടില്ലേ? ബ്ലഡിന്റെ കളർ തന്നെ കണ്ടില്ലേ? കുറച്ചൊരു ഡള്ളാണ് അല്ലെ? സോ ഇതാണ് പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് കിട്ടാത്തപ്പോൾ ഉള്ള അവസ്ഥ ആണ് അൺഹെൽത്തിയിൽ കാണിച്ചിട്ടിരിക്കുന്നത്. മറ്റേത് ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് തിങ്, ആന്റിപാർട്ടം ഹെമറേജ്. അതായത് ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് പ്രഗ്നൻസി എന്തെങ്കിലും കോസസ് കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നു? ബ്ലീഡിങ് ഉണ്ടാവുന്നു അല്ലേ? ഇപ്പൊ പ്ലാസന്റ പ്രീവിയം മൂലാവാം, അല്ലെങ്കിൽ അബ്രപ്ഷ്യോ പ്ലാസന്റ. അബ്രപ്ഷ്യോ പ്ലാസന്റ ടേം കേട്ടിട്ടുണ്ടോ? നമുക്കറിയാം പ്ലാസന്റ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓൾറെഡി പ്ലാസന്റ പുറത്തേക്ക് വരേണ്ടത് അല്ലേ? എന്നാൽ ചില കേസസിൽ പ്ലാസന്റ നേരത്തെ സെപ്പറേറ്റഡ് ആവും. അത് എന്തിനു സംഭവിക്കുന്നു? അത് എന്നിട്ട് ബ്ലീഡിങ്ങിന് കാരണമാവുന്നു. അതിനാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ആണ് എന്തിനു കാരണമാവുന്നത്? ആന്റിപാർട്ടം ഹെമറേജ്. ദെൻ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ആക്സിഡന്റ്. കോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കോഡ് അബ്നോർമാലിറ്റീസ് ഉണ്ട്. നമ്മള് ജസ്റ്റ് ഓർത്താൽ മതി. വെലമെന്റസ് ഇൻസേർഷൻ ഓഫ് ദ പ്ലാസന്റ, പിന്നെ ബാറ്റിൽ ഡോർ ഇൻസേർഷൻ ഓഫ് ദ പ്ലാസന്റ, അതൊക്കെ കേട്ടിട്ടില്ലേ? കോഡിന്റെ വെറൈറ്റീസ് ആണ്, അബ്നോർമാലിറ്റീസ് ആണ്. അത് കാരണം എന്ത് സംഭവിക്കുന്നു? ഈ
IUDs വരാനുള്ള സാധ്യത ഉണ്ട്. 4ാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം. ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വിൻ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ടും ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലാണ് ചില കേസസിൽ ഐഡന്റിക്കൽ ട്വിൻസ് പ്ലാസന്റ ഷെയർ ചെയ്യും. നമുക്കറിയാം ചിലതിനകത്ത് 2 ബേബീസിനും സെപ്പറേറ്റ് പ്ലാസന്റ ആയിരിക്കും. എന്നാൽ ചില കേസസിൽ ഒരു പ്ലാസന്റ 2 ബേബി അങ്ങോട്ട് ഷെയർ ചെയ്യായിരിക്കും. കൂടുതലായിട്ട് ഇത് കാണുന്നത് ഐഡന്റിക്കൽ ട്വിൻസിലാണ്. സോ ഇങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, ദർ ഇസ് എൻ ഇംബാലൻസ് ഓഫ് ഫ്ലോ ഓഫ് ബ്ലഡ്. അതായത് 2 ബേബീസിനും ഒരേപോലെ ബ്ലഡ് കിട്ടാത്തൊരവസ്ഥ വരും. അതിനകത്ത് ഒരു ബേബി എന്തായിട്ട് റെസിപ്പിയന്റ് ആയിട്ട് ആക്ട് ചെയ്യും, ആൻഡ് ദെൻ അനദർ ബേബി ആക്ട് ആസ് എ ഡോണർ അല്ലെ. അപ്പോൾ ഈ റെസിപ്പിയൻ ബേബി മാക്സിമം ബ്ലഡും കളക്ട് ചെയ്യുന്നു. ഫുള്ള് ബ്ലഡും ഈ റെസിപ്പിയൻ ബേബിയാണ് വലിച്ചെടുക്കുന്നത്. ദെൻ ഡോണർ ബേബിക്ക് അത്രയധികം കിട്ടില്ല. അപ്പൊ ഈ റെസിപ്പിയൻ ബേബി കൂടുതൽ ബ്ലഡ് വലിച്ചെടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓവർലോഡ് സംഭവിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഹാർട്ട് ഫെയിലിയർ സംഭവിച്ചിട്ടും അതും ഒരു IUDക്കുള്ള റീസൺ ആണ്. സോ എന്തൊക്കെ നമ്മൾ കണ്ടു, പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി, ദെൻ APH, കോഡ് ആക്സിഡന്റ്, ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം, ഇതൊക്കെയാണ് പ്ലാസന്റൽ കോസസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ നോട്ട്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് കോഴ്സ് ആണ്. ഇതൊരു കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് ആണ്. ഈ ഇതുപോലത്തെ പിക്ചർ കണ്ടിട്ടുണ്ടോ, ട്രൂ നോട്ട്സ്? ഇത് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഷൂ ലേസസ് ആണ്. നമ്മൾ ഷൂവിന്റെ ലേസ് ഒക്കെ കിട്ടിയ എല്ലാവർക്കും അറിയില്ലേ, ഷൂ ലേസ് പോലെ തന്നെ ഉണ്ടാവുക. പക്ഷേ പ്രഗ്നൻസി പീരീഡിൽ നമുക്കിത് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് പുറത്തോട്ടൊരു സിംറ്റംസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഇത് ബേബി ഡെലിവറി ആയി കഴിഞ്ഞാലാണ് കാണാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ 2ാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇത് കുറച്ചുകൂടെ ലൂസ് ആണ് അല്ലേ. എന്നാൽ സം കേസസിൽ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫ്രം ദ പ്ലാസന്റ ടു ദ ബേബി പ്രോപ്പർ ആയിട്ട് ബ്ലഡ് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ IUD വരാനുള്ള സാധ്യതയില്ലേ. പക്ഷേ ഇത് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രഗ്നൻസി പീരീഡിൽ കാണാൻ പറ്റില്ല. ഡെലിവറി ആയാൽ ഈ സാധനം കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു IUD ആയിട്ട് ബേബി നമുക്ക് ഡെലിവറി ആയി കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ട്രൂ നോട്ട് നമുക്ക് കാണാം. ഓ, ഈ റീസൺ കാരണമാണ് ബേബി ഡെത്ത് ആയതെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. സോ ഇതാണ് ട്രൂ നോട്ട്സ്. ദെൻ കോഡ് അറൗണ്ട് നെക്ക്. ഫുൾ കോഡിന്റെ ലെങ്ത് നമുക്കറിയാം നോർമലി ഒരു 50 സെന്റിമീറ്റർ ആണ്. മേ ബി ഒരു 50 സെന്റിമീറ്റർ കൂടുതലാവാം, അല്ലെങ്കിൽ 50 തന്നെ മതി. ബേബിയുടെ ബോഡി മൊത്തം അല്ലെങ്കിൽ ബേബിയുടെ കഴുത്തിലൊക്കെ കോഡ് ഇരിക്കും. അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പിക്ചർ ആണ് ഈ കാണുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4 തവണയാണ് ബേബിയുടെ കഴുത്തിൽ കോഡ് ചുറ്റിയിരിക്കുന്നത്. സോ കോഡ് അറൗണ്ട് നെക്ക് എന്ന് പറഞ്ഞാൽ അതും ഒരു റീസൺ ആണ്. ഈ കോഡ് ഇതുപോലെ ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഒരു പ്രലോങ്ഡ് ലേബർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ആയി ബേബി ഡെത്ത് ആവില്ലേ. സോ ഇതും ഒരു റീസൺ ആണ്. ദെൻ വി ക്യാൻ മൂവ് ടു ദ ഫീറ്റൽ കോസസ്. 3ാമത്തെ കോഴ്സാണ് ഫീറ്റൽ കോസസ്. നമ്മൾ പറഞ്ഞു 25 to 40% ഓഫ് IUD സംഭവിക്കുന്നത് ഫീറ്റൽ കോസസ് കാരണമാണ് അല്ലേ. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, മേജർ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ്, ദെൻ RH ഇൻകോമ്പാറ്റബിലിറ്റി. RH ഇൻകോമ്പാറ്റബിലിറ്റി നിങ്ങൾക്ക് എല്ലാവരും ഫെമിലർ ആയിരിക്കും. കാരണം ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള മദർ, RH പോസിറ്റീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഒക്കെയാണ്. അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബേബിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആദ്യത്തെ ബേബിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, നെക്സ്റ്റ് ബേബിക്ക് ആണ് ഇഷ്യൂസ് വരിക അല്ലേ. ആ നെക്സ്റ്റ് ബേബിക്ക് എതിരായിട്ട് അമ്മയുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് ബേബിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ RH ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാവുമ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് അമ്മയ്ക്ക്. ബേബിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അത് ഡെലിവറി കഴിഞ്ഞിട്ട് വിത്തിൻ 72 hours നമ്മൾ വെക്കുക. ആന്റി ഡി എന്നാണ് പറയുക, കേട്ടിട്ടുണ്ട്. ആന്റി ഡി 300 mg ഓർ 150 mg ആണ് വെക്കുക. അപ്പൊ നമ്മളൊരു അബോർഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 150 mg ഒക്കെ വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി 300 mg ആണ് വിത്തിൻ 72 hours നമ്മൾ വെക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഇമ്മ്യൂൺ ഹൈഡ്രോപ്സ്, ദെൻ ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇൻട്രാ യുട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, അതായത് ബേബിയുടെ ഗ്രോത്ത് കുറഞ്ഞു വരുന്നത്. അതും ഇതുപോലെ തന്നെ പ്ലാസന്റൽ കോസസ് ആവാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം അസുഖങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫീറ്റൽ കോസസ് തന്നെ ആവാം ഗ്രോത്ത് റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഫീറ്റൽ കോസസ് വരുന്നത്. ദെൻ കമ്മിങ് ടു ദ ഡയഗ്നോസിസ്. എന്തായിരിക്കും, എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. പിന്നെ പേഷ്യന്റ് കെയിം ടു ദ ലേബർ റൂം വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ്സ്. ആദ്യം അവർക്ക് തോന്നുക അനക്കക്കുറവാണ് തോന്നുക അല്ലെ, അനക്കം കുറഞ്ഞുള്ളത് പോലെ തോന്നും. പിന്നെ അവർക്ക് അനക്കം ഒട്ടുമില്ലാത്ത പോലെ തോന്നും. അങ്ങനെയാണ് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടാണ് നമുക്ക് ലേബർ റൂമിലേക്ക് പേഷ്യന്റ് വരാം.
അപ്പൊ പേഷ്യന്റിനെ കിടത്തി നമ്മൾ ഡോപ്ലറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, FHS മോണിറ്റർ ചെയ്യുന്നു, ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പേഷ്യന്റിനെ USG റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, USG ചെയ്യുന്നു. സോ USG ആണ് കൺഫർമേറ്ററി ഡയഗ്നോസിസ്. കൺഫർമേറ്ററി ഡയഗ്നോസിസ് ഫോർ IUD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USG. അത് നോട്ട് ചെയ്ത് വെക്കണേ. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ്. സോ എന്തൊക്കെയായിരിക്കും ഈ സൈൻസ് ആൻഡ് സിംറ്റം? അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് നേരത്തെ IUD ആണെന്ന് അറിയാൻ പറ്റും? നേരത്തെ അറിയാൻ പറ്റില്ല, പക്ഷെ ഡെലിവറി ഒരു IUD ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്കറിയാം, ഒരു അമ്മ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലെ? അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നു. നമ്മളെ ഫുൾ ബോഡിയിലടക്കം ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ കുറച്ച് ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലെ? ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഏരിയകളെ ഡെവലപ്പ് ചെയ്യുന്നു, നിപ്പിൾ കുറച്ചുകൂടി ഇറക്റ്റ് ആവുന്നു, അതിന്റെയൊക്കെ സൈസ് കൂടുന്നു അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ ബ്രസ്റ്റിൽ നടക്കുന്ന ചേഞ്ചസ്. ഇതിനെ നമ്മൾ പോസിറ്റീവ് ബ്രസ്റ്റ് ചേഞ്ചസ് എന്നാണ് പറയുക. പക്ഷെ ഇൻ എ കേസ് ഓഫ് IUD മദർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ദർ ഇസ് എ റിട്രോഗ്രഷൻ ഓഫ് പോസിറ്റീവ് ബ്രസ്റ്റ് ചേഞ്ചസ്. റിട്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ബ്രസ്റ്റ് ചേഞ്ചസ് എല്ലാം പതിയെ കുറയാൻ വേണ്ടി തുടങ്ങും അല്ലെ? നമ്മൾ പറഞ്ഞു സൈസ് കൂടിയിട്ടുണ്ട്, ബ്രസ്റ്റിന്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഏരിയോളാസ് എല്ലാം ഡെവലപ്പ് ആവുന്നുണ്ട്. ഈ ഒരു സിംറ്റംസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ എവിഡന്റ് ഫോളോവിങ് ഡെത്ത്, അതായത് ഡെത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ദെൻ കമ്മിങ് ടു ദ സിംറ്റംസ്. എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? ആബ്സെൻസ് ഓഫ് ഫീറ്റൽ മൂവ്മെന്റ്സ് വിച്ച് ഈസ് പ്രീവിയസ്ലി നോട്ടഡ് ബൈ ദ പേഷ്യന്റ് അല്ലെ? നമുക്കറിയാം, ഒരു 20 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെറുതായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ കിട്ടിത്തുടങ്ങും. പിന്നെ ആഫ്റ്റർ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി 40 വീക്സ് ആവുന്നവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പോൾ അമ്മയുടെ ഒരു മെയിൻ കംപ്ലൈന്റ് എന്താ? നമുക്ക് അവര് പറഞ്ഞറിയുന്ന ഒരു സിംറ്റം വന്നു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഫീറ്റൽ മൂവ്മെന്റ്സ്. എനിക്ക് അനക്കം കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലർ പറയാം 2 ദിവസമായിട്ട് എനിക്ക് അനക്കം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 1 ദിവസമായിട്ട് എനിക്ക് അനക്കം കിട്ടിയിട്ടില്ല. ഇതാണ് അവരുടെ കംപ്ലൈന്റ്. അപ്പോൾ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നാൽ റിട്രോഗ്രഷൻ ഓഫ് പോസിറ്റീവ് ബ്രസ്റ്റ് ചേഞ്ചസ്, ദെൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഫീറ്റൽ മൂവ്മെന്റ്സ്. ദെൻ പെർ അബ്ഡോമിനൽ എക്സാമിനേഷൻ. നമുക്കറിയാം, നമ്മൾ BSCs ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? സോ അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഇൻസ്പെക്ഷൻ ഉണ്ട്, പാൽപേഷൻ ഉണ്ട്, ദെൻ ഓസ്കൾട്ടേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫണ്ടൽ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടൽ ഹൈറ്റാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഫണ്ടൽ ഹൈറ്റ് എന്തിനാ ചെക്ക് ചെയ്യുന്നത്? ഈ നമ്മുടെ സൈസ്, അത് യൂട്രസിന്റെ സൈസ് അപ്രോപ്രിയേറ്റ് ടു ജസ്റ്റേഷണൽ ഏജ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? സോ while we are checking the fundal height, the gradual regression of the fundal height. ഫണ്ടൽ ഹൈറ്റ് പതിയെ കുറഞ്ഞിട്ടുണ്ടാവാം. അതായത് അപ്രോപ്രിയേറ്റ് ജസ്റ്റേഷണൽ ഏജ് ഒന്നും ആയിരിക്കില്ല, ഫണ്ടൽ ഹൈറ്റ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടാവാം. ദെൻ യൂട്രൈൻ ടോൺ ഈസ് ഡിമിനിഷ്ഡ്. യൂട്രൈൻ ടോൺ എന്തായിരിക്കും? അതായത് നമുക്കറിയാം, ഒരു നോർമൽ പ്രഗ്നൻസിയിൽ അമ്മയുടെ വയറ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെ? ഒരു ഡെലിവറി ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഡെലിവറിക്ക് പെയിൻ വരുന്ന സമയത്ത് നമുക്ക് വയറ് തൊട്ട് നോക്കിയാൽ അറിയാം കുറച്ചുകൂടെ ഹാർഡായിരിക്കും അല്ലേ? ഭയങ്കര കല്ലിൽ തൊട്ട പോലെ അങ്ങനെയൊക്കെ പറയുന്നേക്കാം. സോ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു IUD ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ടോണൊന്നും ഉണ്ടായിരിക്കില്ല. സോഫ്റ്റ് ആണോ ഹാർഡാണോ അങ്ങനെ ഒരു നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ദെൻ നോ ബ്രാക്ഷൻ ഹിക്സ് കൺട്രാക്ഷൻസ്. ബ്രാക്ഷൻ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് വരും, ഇത് അതിന്റെ ഡെഫിനിഷൻ ആണ്. ചില പേഷ്യൻസ് വരും, പെയിൻ ആയിട്ട് വരുന്ന കാണാം ഒരു 32 വീക്സ് ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 30 വീക്സ് ഒക്കെ ആവുമ്പോൾ. യൂഷ്വലി ഇത് പ്രൈമി പേഷ്യൻസ് ആണ് കേട്ടോ. അവർ വരും, ലേബർ റൂമിൽ വരും, അവർക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? FHS ഒക്കെ നോക്കും, എന്നിട്ട് PV ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത്, അതായത് വജൈനൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും ആയിട്ടുണ്ടാവില്ല, യൂട്രസ് ഒന്നും ഓപ്പൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. സോ മൈൽഡ് കൺട്രാക്ഷൻസ് വിത്തൗട്ട് ദ എവിഡൻസ് ഓഫ് സെർവൈക്കൽ ഡയലറ്റേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രാക്ഷൻ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറയാം. സോ IUD മദറിന്റെ കേസിൽ ഒരു ബ്രാക്ഷൻ ഹിക്സ് കൺട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഈ ബ്രാക്ഷൻ ഹിക്സ് കൺട്രാക്ഷൻസ് നോട്ട് ചെയ്യുക കൂടുതലായിട്ടും പ്രൈമറി പേഷ്യൻസ് ആണ് വരിക. അവർക്കാണ് ഈ പ്രശ്നം. കാരണം അവർക്ക് പ്രത്യേകിച്ച് നോളേജ് ഇല്ലല്ലോ. 1ഉം 2ഉം ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരാളാവുമ്പോൾ അവർ കുറച്ചുകൂടെ ഓക്കെയാണ്, ഇതാ പെയിൻ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. കൂടുതലായിട്ടും പ്രൈമറി പേഷ്യൻസ് ആണ് വരിക. ദെൻ നോ ഫീറ്റൽ മൂവ്മെന്റ്സ്. അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഫീറ്റൽ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കും. സെയിം മൂവ്മെന്റ്സ് അമ്മയ്ക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഡോപ്ലറൊക്കെ വെച്ചിട്ട് FHS കേൾക്കുന്ന സമയത്ത് FHS കിട്ടില്ല, ആബ്സെന്റ് ആയിരിക്കും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞു, കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്നാൽ USG ആണ്. അത് 10 മിനിറ്റ് കെയർഫുൾ ഒബ്സർവേഷൻ വേണം. നമ്മൾ
കുറച്ച് സമയം എടുത്തത് അത് തന്നെയാണ്, നമ്മളൊരു ഡെത്ത് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്ത് എന്നിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോ ചില കേസസിൽ ഒരു വേറെ ഡയഗ്നോസിസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒലിഗോഹൈഡ്രാമസിന്റെ കേസിൽ പേഷ്യന്റ് നമ്മളടുത്ത് പറയാം അനക്കക്കുറവുണ്ടെന്ന്. അപ്പൊ IUD മദർ ആണെന്നുണ്ടെങ്കിലും ചിലർ അനക്കക്കുറവുണ്ട് എന്നേ പറയുള്ളൂ. ഈ ഒലിഗോഹൈഡ്രാമസ് ഉള്ള പേഷ്യൻസും അനക്കക്കുറവ് എന്ന് പറഞ്ഞിട്ട് വരും. അതുകൊണ്ടാണ് കെയർഫുൾ ആയിട്ട് 10 മിനിറ്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്ന് പറയണത്. ഇനി അത് ഒലിഗോ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു IUD ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്നോസിസ് വന്നിട്ട് പറയാൻ പാടില്ല. കെയർഫുൾ ആയിട്ട് 10 മിനിറ്റ്സ് ഒബ്സർവ് ചെയ്തതിന് ശേഷം IUD ആണെന്ന് ഡിക്ലെയർ ചെയ്യുക. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് എക്സ്റേ അബ്ഡോമൻ. ഇത് നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ അബ്ഡോമിനൽ എക്സ്റേ നമ്മളിപ്പോൾ ഫോളോ ചെയ്യാറില്ല. ബുക്സിലുള്ളത് കൊണ്ട് ഇത് ആഡ് ചെയ്തേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ഫോളോ ചെയ്യുന്നില്ല. ആകെ നമ്മൾ ചെയ്യുന്നത് USG ആണ് കേട്ടോ. ദെൻ കാർഡിയോടോക്കോഗ്രഫി. നമുക്കറിയാം, നമ്മൾ NST അറിയില്ലേ, NST ഗ്രാഫ് എടുക്കുന്നൊക്കെ പേഷ്യൻസ് പറയില്ലേ. NST ഗ്രാഫ് എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ഫ്ലാറ്റ് ട്രേസ് ആയിരിക്കും. നമുക്കറിയാം എസിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നമ്മൾ ഡെത്ത് ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രേസ് ആയിരിക്കും. നമുക്കറിയാം ചെറിയ ചെറിയ മലകൾ പോലെയാണ് ഈ സംഭവം ഉണ്ടാവുക, കയറ്റം ഇറക്കം. അങ്ങനെയാണ് നമ്മൾ ശരിക്കും നോർമൽ NST ഉണ്ടാവുക, ആക്സിലറേഷനും ഡീസിലറേഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു IUD കേസസിലാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ എക്സൽ ക്രാക്കിംഗ് ഫീൽ ഓഫ് ദ ഫീറ്റസ് ഹെഡ്. അതായത് എക്സൽ ക്രാക്കിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചൊരു ലേറ്റ് ഫീച്ചർ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. നേരത്തെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫീറ്റൽ മൂവ്മെന്റ്സ് ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കേൾക്കാൻ പറ്റാണ്ടിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ ബ്ലഡ് ടെസ്റ്റ്, ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ. ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം എന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ ഫിറ്റസ് റീറ്റെയിൻ മോർ ദാൻ 2 വീക്സ്. അതായത് അമ്മയുടെ ശരീരത്തിൽ ബേബി ഡെത്ത് ആയിട്ട് 2 ആഴ്ച കൂടുതലായി. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഫൈബ്രിനോജനും പ്രോത്രോംബിനും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ റെക്കമെൻഡഡ് ഇവാലുവേഷൻസ് വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? CBC ചെയ്യാം, ദെൻ ടെസ്റ്റ് ഫോർ ഫീറ്റൽ സർക്കുലേഷൻ ആൻഡ് മെറ്റേണൽ സർക്കുലേഷൻ, ദെൻ GTT ആൻഡ് HbA1c. എന്തിനായിരിക്കും ആ ഒരു ടൈമിൽ IUD ആയും എന്തിനാണ് നമ്മൾ GTT ചെയ്യുക അല്ലെങ്കിൽ HbA1c ചെയ്യുക? നമുക്ക് ഇപ്പോൾ പേഷ്യന്റ് പറയാണ് എനിക്ക് ഒട്ടും ഷുഗർ ഇല്ല എന്ന് കംപ്ലൈന്റ് ആയിരിക്കും പേഷ്യന്റ് പറയാ. പിന്നെ എങ്ങനെ എനിക്ക് IUD വന്നു? മേ ബി അവർക്ക് ഷുഗർ ഉണ്ടാവാം, അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂ ഡേയ്സ് മുന്നത്തെ ഷുഗർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HbA1c അല്ലേ? അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് GTT HbA1c ചെയ്യുന്നത്. ഈ ഷുഗർ കാരണമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർ സെലക്ടഡ് മദേഴ്സ് വി ക്യാൻ ഗോ ഫോർ പാരന്റൽ കാരിയോടൈപ്സ് ആൻഡ് ICDs. സെലക്ടഡ് മദേഴ്സിന് നമുക്ക് ഈ കാരിയോടൈപ്പ് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ദെൻ ICTs, ഇൻഡയറക്ട് കൂം ടെസ്റ്റ്, അത് ഇതുപോലെ RH നെഗറ്റീവ് ആയിട്ടുള്ള മദറിന്റെ കേസിലാണ് നമ്മൾ ICTs ഒക്കെ ചെയ്യുക. ദെൻ ഇൻഫന്റ് കേസിൽ ഫീറ്റൽ എക്സ്റേ ഇതൊന്നും ചെയ്യില്ല കേട്ടോ, ഇതൊന്നും ഫോളോ ചെയ്യില്ല. ദെൻ അംബിലിക്കൽ കോഡ് ഫോർ ദ നമ്പർ ഓഫ് വെസൽസ്, അത് നോട്ട് ചെയ്യണേ. ഇനീഷ്യലി നമ്മുടെ അംബിലിക്കൽ കോഡിനകത്ത് എത്ര ആർട്ടറീസും എത്ര വെയിനും ഉണ്ട് അറിയാമോ? നമ്മൾ M എന്ന് പറഞ്ഞ ലെറ്റർ എഴുതില്ലേ, M എന്ന് പറഞ്ഞ നമ്മൾ ലെറ്റർ എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന സമയത്ത് അതുപോലെ ഓർക്കുക. സോ അതിനകത്ത് 2 A ഉണ്ട്. സോ അംബിലിക്കൽ കോഡിനകത്ത് 2 ആർട്ടറീസും 1 വെയിനുമാണ്. നമ്മൾ M ലെറ്റർ എഴുതുന്ന പോലെ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി. 2 ആർട്ടറീസും 1 വെയിനുമാണ് ഉള്ളത്. ഇത് എല്ലാ PSCസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, OBG റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്ര ആർട്ടറീസും എത്ര വെയിനും ആണ് നമ്മുടെ അംബിലിക്കൽ കോഡിനകത്തുള്ളത്? അപ്പോൾ 2 ആർട്ടറീസും 1 വെയിനാണ് ഉള്ളത്, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. ദെൻ ഫോട്ടോഗ്രാഫ്സ്, അതായത് ഒരു ഡയഗ്നോസിസിന് ഫോട്ടോഗ്രാഫ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം എന്തെങ്കിലും ബിറ്റ്സ് എന്തെങ്കിലും, അതായത് ബേബിയുടെ ഫുള്ള് ബോഡി പാർട്സ് ഇപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടുള്ളൊക്കെ വെച്ചാൽ അഴുകിയിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചില പാർട്സ് ഒക്കെ ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടാവാം, മുഴുവനായിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി ബേബിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാം. ദെൻ ഓട്ടോപ്സി ആൻഡ് ക്രോമസോമൽ സ്റ്റഡീസ്. ഓട്ടോപ്സി ആൻഡ് ക്രോമസോമൽ സ്റ്റഡീസ് എന്നാൽ ചിലർ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമസോമൽ സ്റ്റഡീസിന് വിടാം, അത് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. ദെൻ കമ്മിങ് ടു ദ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയായിരിക്കും കോംപ്ലിക്കേഷൻസ്? ഫസ്റ്റ് തവണ സൈക്കോളജിക്കൽ അപ്സെറ്റ്, അത് നമുക്ക് ഓർക്കാണ്ട് തന്നെ പറയാൻ പറ്റും അല്ലേ? നമുക്കറിയാം, ഒരു ലേഡി പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ് മുതൽ അവർ അമ്മയാണ് അല്ലേ? എന്നാൽ കമ്പയർ ടു അവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവർക്ക് ഒരു 10 മന്ത് കഴിഞ്ഞ് അമ്മ ഡെലിവറി ആയിട്ട് ബേബിനെ കയ്യിൽ കിട്ടുമ്പോഴാണ് ആ ഹസ്ബൻഡിന് ഞാനൊരു ഫാദർ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുക. എന്നാൽ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവര് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന ആ മൊമെന്റ് തൊട്ട് അവർ ആ ബേബിക്കുള്ള കാത്തിരിപ്പാണ് അല്ലേ? അപ്പൊ
നമ്മൾ പറയില്ലേ അമ്മയുടെ സ്നേഹം ഭയങ്കര ബ്ലൈൻഡ് ആണെന്ന്. കാരണം കുഞ്ഞിന്റെ മുഖം പോലും കാണാതെയാണ് അവര് അതിനെ സ്നേഹിക്കുന്നത്. അതിനോട് സംസാരിക്കുന്നത്. അതിന് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? സോ അത്രയ്ക്കും ഒരു ഇന്റൻസ് ഇമോഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലരൊക്കെ ഭയങ്കര ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സൈക്കോളജിക്കൽ അപ്സെറ്റ്. ദെൻ സെക്കൻഡ് തിങ് ഈസ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 2 വീക്സ് ഒക്കെ ഓൾറെഡി ഇങ്ങനെ കിടന്ന് ചിലരൊന്നും തന്നെ ഡെലിവറി ആവില്ല. കുറേ ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ ഡെലിവറി ആവും. അപ്പൊ അങ്ങനെയാവുമ്പോൾ അമ്മയുടെ ശരീരത്തിലും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷൻസ് ആണ്. ദെൻ ബ്ലഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. ദെൻ മറ്റ് ചില കോംപ്ലിക്കേഷൻസ് ആണ് ഡ്യൂറിങ് ലേബർ. യൂട്രൈൻ ഇനേഴ്ഷ്യ വരാം. റീറ്റെയിൻഡ് പ്ലാസന്റ ഞാൻ പറഞ്ഞു കുറച്ച് പാർട്സ് ഒക്കെ ഉള്ളിൽ കിടക്കാം, മുഴുവൻ പുറത്തോട്ട് വരാതെ പ്ലാസന്റയുടെ കുറച്ച് ബിറ്റ്സ് ഒക്കെ ഉള്ളിൽ കിടക്കാം. ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഡെലിവറി ആയിട്ട് കിട്ടുന്ന പ്ലാസന്റ പോലെയല്ല. ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പീസസ് ആയിട്ടാണ്. അതിനെ നമ്മൾ ബിറ്റ്സ് എന്ന് പറയാം. മുറിഞ്ഞ് മുറിഞ്ഞ് പീസസ് ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് അത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്നതാണ്. സോ അതിനാണ് റീറ്റെയിൻഡ് പ്ലാസന്റയുടെ ഒരു എക്സാമ്പിൾ ആണിത്. ദെൻ PPH. PPH എന്താ? പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല സഡൻ ഗഷ് ഓഫ് ബ്ലഡോട് കൂടെ നല്ല ബ്ലീഡിങ് ഉണ്ടാവുന്നതാണ് എന്താ പറയുക, പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ദെൻ മാനേജ്മെന്റ്. നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം? മാനേജ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് പ്രിവെൻഷൻ ആണ് നോക്കുന്നത്. ആദ്യം നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യും നോക്കാം. എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, പ്രീ കൺസെപ്ഷ്യൽ കെയർ. നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള പ്രീ കൺസെപ്ഷ്യൽ കെയർ, അതായത് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അയൺ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയില്ലേ. സോ പ്രീ കൺസെപ്ഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള പ്രീ കൺസെപ്ഷ്യൽ കെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെയറും അതുപോലെ തന്നെ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം IUDs എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ പ്രീനെറ്റൽ ഡയഗ്നോസിസ്, അമ്നിയോസെന്റസിസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ദെൻ സ്ക്രീൻ ഹൈ റിസ്ക് മദേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ PAH ഉള്ള അമ്മമാര്, അതുപോലെ ഡയബറ്റിസ് ഉള്ള അമ്മമാര്, ഇവരൊക്കെ ഹൈ റിസ്ക് മദേഴ്സ് ആണ് അല്ലെ. അതുപോലെ ഓവർ വെയിറ്റ് ഉള്ളവർ എല്ലാവരും ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവര് BP ഉള്ള ആളാണ്. സോ ഇവർക്ക് ഇന്ന കാരണങ്ങൾ വരാം, IUDs വരാം, ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ട് ആവാം, അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്തൊക്കെയാണ് പ്രിവെൻഷൻ വരുന്നത്? പ്രീ കൺസെപ്ഷ്യൽ കെയർ ഉണ്ട്, പ്രീനേറ്റൽ ഡയഗ്നോസിസ് ഉണ്ട്, സ്ക്രീൻ ഹൈ റിസ്ക് മദേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻഷനിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു ദ ഡെലിവറി. ഇവരുടെ ഡെലിവറി എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഡെലിവറി ഏതർ ബൈ ഇൻഡക്ഷൻ ഓഫ് ലേബർ ഓർ സ്പോണ്ടേനിയസ് ഓൺസെറ്റ് ഓഫ് ദ ലേബർ. വിത്തിൻ 7 to 10 days ആണെന്നുണ്ടെങ്കിലാണ് സ്പോണ്ടേനിയസ് നമ്മൾ നോക്കുക. നമുക്ക് ഇതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ നോക്കാം. സോ അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു IUD ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒരു LSES അവോയ്ഡ് ചെയ്യും. കാരണം അത് എക്കോണോമിക്കൽ അല്ല അല്ലെ. കാരണം ഒരു LSES ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബെനിഫിറ്റ് ഒന്നും തന്നെ ഇല്ല. കാരണം കുഞ്ഞോ ഇല്ല, ആ ഒരു മുറിവിന്റെ വേദനയുണ്ട്, അതെന്നും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എക്കണോമിക്കൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു നോർമൽ ഡെലിവറിയാണ് പ്രിഫർ ചെയ്യുന്നത്, ഇൻഡക്ഷൻ ഓഫ് ലേബർ ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ മേലെ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ നോക്കണ്ട. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള താഴേക്കുള്ള ആ ഒരു ആരോ മാർക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പെക്ടന്റ് മാനേജ്മെന്റ്. സ്പോണ്ടേനിയസ് ലേബർ ഈസ് ഇമ്മിനന്റ്. ഇപ്പൊ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്ക് പെയിൻ വരുന്നുണ്ട്, ഇപ്പൊ നമ്മൾ PV ചെയ്ത് നോക്കി സെർവിക്സ് ഫേവറബിൾ ആണെന്ന് പറഞ്ഞാൽ സെർവിക്സ് കുറച്ചുകൂടെ ഡയലേറ്റഡ് ആണ്, ഇപ്പൊ ഡെലിവറി ആവാൻ ഓക്കെ ആണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സെർവിക്സ് ഫേവറബിൾ എന്ന് പറയാം. PV ചെയ്ത് നോക്കുമ്പോൾ സെർവിക്സ് കുഴപ്പമൊന്നുമില്ല, ഡയലേറ്റഡ് ആണ്, ആൾക്ക് പെയിൻ വരുന്നതിനനുസരിച്ച് ഡയലറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിറ്റോസിൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഗ്ലൂക്കോസിനകത്ത് നമ്മൾ ഓക്സിറ്റോസിൻ 5 യൂണിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഡെലിവറി ആക്കുന്നത്. നോർമലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓക്സിറ്റോസിൻ ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഡയലറ്റേഷൻ ഒക്കെ ഓക്കെ ആണ്, ആൾക്ക് നന്നായിട്ട് പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിറ്റോസിൻ വെച്ചിട്ട് നമുക്ക് ഡെലിവറി ആക്കാം. എന്നാൽ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, ഇൻഡക്ഷൻ ഇഫ് IUFT ഗ്രേറ്റർ ദാൻ 2 വീക്സ് ആയി IUD ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ട്, എന്തെങ്കിലും കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് ഒരു ആരോ മാർക്ക് നോക്കൂ. സെർവിക്സ് അൺഫേവറബിൾ. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ട്, എന്നാൽ സെർവിക്സ് അൺഫേവറബിൾ ആണ്, അതായത് സെർവിക്സ് അത്ര അങ്ങോട്ട് റൈപ്പൻ അല്ല, അത്രയും ഡയലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? PGE2 ആൻഡ് PGE1, അതായത് നമ്മൾ മിസോപ്രോസ്റ്റേറ്റ് ടാബ്ലറ്റ്സ് നമ്മൾ വെക്കും. നമ്മൾ ഏതൊരു വജൈനലി അല്ലെങ്കിൽ അത് ഓറലി നമ്മൾ കൊടുക്കും. 50 mcg ആണ് കൊടുക്കുക, 4 ഡോസസ് ഒക്കെ കൊടുക്കാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹോസ്പിറ്റൽ ആണ്. കൂടുതലായിട്ട് നമ്മൾ ഓറലി കൊടുക്കും, എന്നാൽ ചിലരത് വജൈനലി വെക്കും ചെയ്യും കേട്ടോ.
അങ്ങനെ ഡിപ്പെൻഡൻസ് അപ്പോൺ ദ ഹോസ്പിറ്റൽ പോളിസിയാണ് നമ്മളിത് ചെയ്യുക. എന്നിട്ട് സെർവിക്സ് ഒന്നുകൂടെ ഡയലേറ്റഡ് ആയി അല്ലെങ്കിൽ റൈപ്പൻഡ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഇൻജക്ഷൻ ചെയ്തിട്ട് ഡെലിവറി ആക്കിയെടുക്കും. ഓർക്കുക, ഒരു LSCS ഇതിന്റെ മാനേജ്മെന്റ് ഫോർ IUD എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും LSCS എഴുതരുത്. നോർമൽ ഡെലിവറി അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഓഫ് ലേബർ ആണ് നമ്മൾ ചെയ്യുക. ദെൻ എക്സ്പെക്റ്റന്റ് ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു, നമുക്കറിയാം, നമുക്ക് കുറച്ച് ദേഷ്യം ഇതൊക്കെ നമുക്ക് ഉണ്ടാവാം. നഴ്സസ് ആണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടാവില്ല പല പേഷ്യൻസിന്. പക്ഷേ ഒരു IUD പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ ബി കൈൻഡ് ആൻഡ് എംപത്തറ്റിക്. നമ്മൾ എംപത്തറ്റിക് ആയിരിക്കണം, കാരണം അവരങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരിക്കലും അവരെ ഒരു വേദനിപ്പിക്കുന്ന രീതിയിൽ ഡീൽ ചെയ്യരുത്. ബി കൈൻഡ് ആൻഡ് എംപത്തറ്റിക്. ദെൻ റീസൺസ് ഫോർ ഏർലി ഡെലിവറി ആക്കാനുള്ള റീസൺ എന്തായിരിക്കും? ത്രെറ്റ് ഓഫ് ഇൻഫെക്ഷൻസ്. ഞാൻ പറഞ്ഞു, ബേബി ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഡെലിവറി ആക്കുന്നത്. ദെൻ ടെൻഡൻസി ഓഫ് പ്രൊലോങ്ങേഷൻ ഓഫ് പ്രഗ്നൻസി ബിയോണ്ട് 7 to 10 days. ചിലർക്ക് വേദനയെ വന്നിട്ടുണ്ടാവില്ല, പെയിനേ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ പ്രഗ്നൻസി. സോ ആ ഒരു പ്രൊലോങ്ങേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ഡെലിവറി ആക്കുന്നത്. ദെൻ ഫോളിംഗ് ഓഫ് ദ ഫൈബ്രിനോജൻ ലെവൽ. ചിലർക്ക് ഫൈബ്രിനോജൻ ലെവൽ ഒക്കെ കുറയാനുള്ള സാധ്യത ഉണ്ട്, ചില അമ്മമാർ. ഇത് റയർ കേസസിലാണ് വരുന്നത്. ദെൻ എവിഡൻസ് ഓഫ് ബ്ലീഡിംഗ് ആൻഡ് ഇൻഫെക്ഷൻസ്. ഫോർ ഇൻ കേസ് ഒരു എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ പേഷ്യന്റ് കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ആക്കി എടുക്കണം. ദെൻ പ്രോസസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് സെൻഡിങ് ഓഫ് ദ പ്ലാസന്റ. ഈ സെൻഡിങ് ഓഫ് ദ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസിന്റെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നമ്മൾ സം കേസസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ്, ആൾക്കൊരു 3 റെക്കറന്റ് അബോഷൻസ് വന്നിട്ടുണ്ട്. ഈ പ്രസന്റ് IUDക്ക് മുന്നേ 3 അബോഷൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഗോ ഫോർ ക്രോമസോമൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കാരിയോടൈപ്പ് പ്രൊസീജിയേഴ്സിന് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടായ ബേബിയുടെ അല്ലെങ്കിൽ ഈ IUD ബേബിയുടെ ഫീറ്റൽ പാർട്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റഡീസിന് വിടുന്നുണ്ട്. കാരിയോടൈപ്പിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുക. സ്റ്റഡീസിന് വിടുന്നതിനാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഫോർമാലിനല്ല, നമ്മൾ NSലാണ് കേട്ടോ സൂക്ഷിക്കുക. നമ്മളൊരു കണ്ടെയ്നറിൽ ഡെലിവറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഒരു സർട്ടൻ ml ഓഫ് നോമസലൈൻ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലാസന്റ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫീറ്റൽ പാർട്സ് എല്ലാം അതിനകത്ത് നമുക്ക് ഏത് സ്റ്റഡിക്കാണോ വിടേണ്ടത് അതിനനുസരിച്ച് നമുക്കൊരു ഫുൾ തന്നിട്ടുണ്ടാവും, ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാവും എന്തൊക്കെ പാർട്സ് വേണമെന്ന്, എത്ര കൊടുക്കണം എന്നൊക്കെ. അതിന് അനുസരിച്ച് നമ്മൾ ഈ ഫീറ്റൽ പാർട്സ് എല്ലാം ഇതിനകത്ത് കളക്ട് ചെയ്തിട്ട് ദെൻ സെൻഡ് ടു ദ ലബോറട്ടറിയിലേക്ക് സെൻഡ് ചെയ്യുക. സോ അതാണ് ഞാൻ നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർട്ടൻ കേസസിലാണ് ഇത് ചെയ്യുക. എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരിയോടൈപ്പ് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് വേറെ എന്ത് അസുഖം കാരണമാണെന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യില്ല കേട്ടോ. ദെൻ ലാക്ടേഷൻ സപ്രഷൻ. നമുക്കറിയാം, ഇപ്പൊ ബേബി വന്നു, ഡെലിവറി ആയി, ആ ഒരു ഡെലിവറിയുടെ കുഞ്ഞ് പെയിൻ ഉണ്ടാവും. പക്ഷെ വേറൊരു കാരണം കൂടി ഉണ്ട് അമ്മയ്ക്ക് ലാക്ടേഷൻ ഉണ്ടാവാൻ. നമുക്കറിയാം, നമ്മൾ ആന്റിനേറ്റൽ എക്സാമിനേഷൻ, ഒരു നോർമൽ മദറിന് ആന്റിനേറ്റൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളോസ്ട്രം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? സോ ഈ IUD ബേബീസിനും IUD അമ്മയ്ക്കും എന്തുണ്ടാവാം? കൊളോസ്ട്രം ഉണ്ടാവാം, പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. ഡെലിവറിയും കൂടെ കഴിഞ്ഞതല്ലേ, ഓക്സിറ്റോസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവാം? മിൽക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ലാക്ടേഷൻ സപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് കാബർഗോളിൻ. സിംഗിൾ ഡോസ് 1 mg ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 mg സിംഗിൾ ഡോസ് ആണ് കൊടുക്കേണ്ടത്. അത് ചില കേസസിൽ ചില ഡോക്ടേഴ്സ് 0.5 mg ആയിട്ട് BD ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 mg ഒറ്റ ഡോസ് ആയിട്ട് കൊടുക്കാം. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രീ എക്ലാംഷ്യ ഓർ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ പ്രീ എക്ലാംഷ്യ ഉള്ള കേസസിൽ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സോ ഇതിന്റെ ലാക്ടേഷൻ സപ്രഷന്റെ ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാബർഗോളിൻ. അത് നോട്ട് ചെയ്ത് വെക്കുക, ഒരു PSC ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പ്രീ എക്ലാംഷ്യ എന്തായിരുന്നു? പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ആണ്, എലവേറ്റഡ് ബ്ലഡ് പ്രഷർ ആണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ എന്തുണ്ടാവുന്നു? പ്രോട്ടീൻ യൂറിയും കൂടെ ഉണ്ടാവുന്നു. പ്രോട്ടീൻ യൂറിനിലൂടെ ലോസ് ആവുന്നുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ കാബർഗോളിൻ ടാബ്ലറ്റ് നമ്മൾ വേറൊരു സിറ്റുവേഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ലാക്ടേഷൻ സപ്രഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ വേറൊരു കേസിൽ നമ്മൾ ഈ സാധനം കൊടുക്കുന്നുണ്ട്. അറിയാമോ ഏത് കേസിലാണെന്ന്? പിറ്റ്യൂട്ടറി അഡിനോമ കണ്ടീഷൻസിൽ ഇതുപോലെ തന്നെ പേഷ്യൻസിന് എന്തുണ്ടാവുന്നു? ഗാലക്ടോറിയ ഉണ്ടാവുന്നു.
നിപ്പിളിൽ നിന്നും ചെറുതായിട്ട് നീരൊക്കെ വരുന്നത് പോലെ ഉണ്ടാവാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ അവർക്കൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്യാബർഗോളിൻ ടാബ്ലറ്റ് ആണ്. ഇത് 0.5 mg 0.25 mg ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യന്റിന്റെ പ്രൊലാക്റ്റിന്റെ ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ ക്യാബർഗോളിൻ ടാബ്ലറ്റ് കൊടുക്കും. അതും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. കാരണം വേറെ ഏത് സിറ്റുവേഷനിലാണ് ക്യാബർഗോളിൻ നമ്മൾ കൊടുക്കുന്നത്? പിറ്റ്യൂട്ടറി അഡിനോമ. ദെൻ ഈ പിറ്റ്യൂട്ടറി അഡിനോമയുടെ കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് അല്ല, MRI സ്ക്രീനിങ് ആണ് കൺഫർമേറ്ററി ഡയഗ്നോസിസ്. അതും ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടെ ഞാനൊരു ക്യാബേജിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്യാബേജിന്റെ പിക്ചർ ദെൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു ജാസ്മിൻ ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതും ലാക്ടേഷൻ സപ്രഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഇത് ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാബേജ് ലീവ്സ് അല്ലെങ്കിൽ ജാസ്മിൻ ഫ്ലവേഴ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ അമ്മ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ബ്രേസിയേഴ്സ് യൂസ് ചെയ്യുക. ബ്രസ്റ്റിനോട് ചേർന്നിട്ട് ഈ സാധനം വെക്കുക, ക്യാബേജ് ലീഫോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ വെക്കുക. അപ്പോൾ അതിനകത്തൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ലാക്ടേഷൻ സപ്രഷൻ ഉണ്ടാവും എന്നാണ് പറയാ. ഇത് ഡോക്ടേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ മാനേജ്മെന്റ് ഓഫ് പ്യൂപ്പേറിയം. പ്യൂപ്പേറിയൽ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും? ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് ആണ്. പ്യൂപ്പേറിയം എന്ന് പറഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആണ് അല്ലെ. പ്യൂപ്പേറിയൽ മാനേജ്മെന്റ് ഫസ്റ്റ് വൺ എംപത്തറ്റിക്. ഞാൻ പറഞ്ഞു, അവർ ഇന്റൻസ് ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് സിമ്പതി അല്ല നമുക്ക് വേണ്ടത്, എംപത്തറ്റിക് അപ്രോച്ച് ആണ് വേണ്ടത്. അവർക്ക് പ്രോപ്പറായിട്ട് എന്താണോ ആ സമയത്ത് ആവശ്യമുള്ളത് അതെല്ലാം ചെയ്തു കൊടുത്ത് ഭയങ്കര കൈൻഡ് ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാം. ദെൻ അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കോസ്. ഇപ്പൊ ചില കേസസിൽ പേഷ്യൻസിന് അറിയണം എന്താണ് കോസ് എന്ന്. ചില കേസിൽ നമുക്ക് എന്തുകൊണ്ടാണ് IUD സംഭവിച്ചതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് പറയാ, മേ ബി നിനക്ക് ഷുഗർ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രഷർ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും, അങ്ങനെ പറയാം. എന്നാൽ ഞാൻ പറഞ്ഞു, ട്രൂ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം സ്ലൈഡിൽ കാണിച്ചില്ലേ, ആ കോഡ് കെട്ട് പിണഞ്ഞു കിടക്കുന്ന സംഭവം, അത് നമുക്ക് ഡെലിവറി ആയാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ആ ഒരു നോട്ട് ഉണ്ടായത് കൊണ്ടാണ് ബേബിക്ക് ഡെത്ത് ആയത്, അതൊരു റീസൺ അല്ലേ? സോ അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണ്ട. അതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു IUD സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നോർമൽ ബേബിനെ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ബൈസ്റ്റാൻഡർ നമുക്ക് അമ്മേനെ കാണിക്കണമെന്ന് ചോദിക്കാം. അമ്മേനെ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മേനെ കാണിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ ആ സമയത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരെ ഇഷ്ടം പോലെ കാണണ്ടെന്ന് പറയാന്ന് വെച്ചാൽ കാണണ്ട, പിന്നെ അത് ഡിസ്പോസ് ചെയ്യേ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പ്രൊസീഡിങ്സിന് പൊയ്ക്കോട്ടെ. ദെൻ സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ഒരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, ബിയോണ്ട് ഫ്രം അവർ ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് എടുക്കാം. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഫസ്റ്റ് നമ്മൾ അവർ നഴ്സസിന്റെ കൂടെയാണ്. ദെൻ അവർ ഫാമിലിയിലേക്ക് പോയി ഹസ്ബൻഡ് സപ്പോർട്ട് വേണം, ഫാമിലിയുടെ സപ്പോർട്ട് വേണം. കാരണം അവർ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ ലാക്ടേഷൻ ഉണ്ടാവാം. അപ്പോ ഇങ്ങനെ പാലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും, വിഷമായിരിക്കും അവർക്ക്. അപ്പോൾ നമുക്ക് അവരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, അവരുടെ ഒരു നമുക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കൊടുക്കാം. ദെൻ മാനേജ്മെന്റ് ഓഫ് പ്രഗ്നൻസി ആഫ്റ്റർ സ്റ്റിൽ ബർത്ത്. ഒരു ഇതുപോലെ ഒരു IUD വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രഗ്നൻസിക്കുള്ള നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. ഇവാലുവേഷൻ ഓഫ് ദ റിപ്പോർട്ട്സ് ഓഫ് ദ പ്രയർ സ്റ്റിൽ ബർത്ത്. അതായത് ഈ ഒരു സ്റ്റിൽ ബർത്തിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോ ത്രൂ ചെയ്യണം. ദെൻ ടു കറക്റ്റ് ദ അബ്നോർമാലിറ്റീസ് ആസ് ഡിറ്റക്റ്റഡ്, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഓർ ത്രോംബോഫീലിയ. ഈ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, ത്രോംബോഫീലിയ ഇതെല്ലാം നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുക ഫോർ പ്രിപ്പറേഷൻ ഓഫ് നെക്സ്റ്റ് പ്രഗ്നൻസി. ദെൻ സപ്പോർട്ട് ആൻഡ് റീഅഷുറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പ്രീനേറ്റൽ ഡയഗ്നോസിസ്. ദെൻ എവല്യൂഷൻ ഓഫ് പ്രഗ്നൻസി വിത്ത് ഫ്രീക്വന്റ് വിസിറ്റ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം ആന്റിനേറ്റൽ വിസിറ്റിനെ കുറിച്ച് അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്തത് കൺസൾട്ട് ചെയ്തിട്ട്, ഒരു ഹൈ റിസ്ക് പേഷ്യൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് വിസിറ്റ് അത്യാവശ്യമാണ്. ദെൻ പ്രോഗ്നോസിസ്, ഫ്യൂച്ചർ പ്രഗ്നൻസി ഡിപ്പെൻസ് അപ്പോൺ ദ കോസ് അല്ലേ. ഇപ്പൊ ഒരു റെക്കറന്റ് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. ക്രോമസോമൽ അല്ല, അല്ലാണ്ട് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡയബറ്റിസ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ് അല്ലെ. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ് ആണ് ഫ്യൂച്ചർ പ്രഗ്നൻസി. ദെൻ വുമൺ
വിത്തൗട്ട് അണ്ടർലൈൻ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അണ്ടർലൈൻ കോസ് 1-2% ചാൻസ് ആണ് ഉള്ളത്. സോ ദിസ് ഇസ് റിഗാർഡിങ് IUD. ഇത്രയാണ് IUDസിൽ പറയണത്. സോ നിങ്ങൾക്കെല്ലാം നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു, കോസസ് പറഞ്ഞു, സൈൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഏതാണ്ടൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി അല്ലേ? സോ നമുക്കത് ഒന്നുകൂടെ ഗോ ത്രൂ ചെയ്യാം. സോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദ ഫീറ്റസ് വിത്തിൻ ദ യൂട്രസ് ആണ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് വയബിലിറ്റി റിസൾട്ടിങ് ഇൻ ദ ഡെലിവറി ഓഫ് എ മാസറേറ്റഡ് ബേബി. ദെൻ ഇറ്റിയോളജീസ് അല്ലെങ്കിൽ കോസസ്, മെറ്റേണൽ കോസസ് ഉണ്ട്, ഫീറ്റൽ കോസസ് ഉണ്ട്, പ്ലാസന്റൽ കോസസ് ഉണ്ട്. ഫീറ്റൽ കോസസ് ആണ്. എമംഗ് ദീസ് കോസസ് about 25-40% of IUD occurs due to fetal causes. അത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. 3 കോസസിലും ഫീറ്റൽ കോസസ് കാരണമാണ് ഏറ്റവും കൂടുതൽ IUDs ഉണ്ടാവുന്നത്. ദെൻ മെറ്റേണൽ കോസസ് ഡയബറ്റിസ്, PAH, മെറ്റേണൽ ഇൻഫെക്ഷൻസ്, ഹൈപ്പർപൈറേക്സിയ, APLS സിൻഡ്രം, ത്രോംബോഫീലിയ, അങ്ങനെ കുറച്ച് ഡിസീസസ് ആണ്. ദെൻ പ്ലാസന്റൽ കോസസ് പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി, APH, കോഡ് ആക്സിഡന്റ്, ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം, ദെൻ ട്രൂ നോട്ട്സ്, കോഡറം നെക്ക്. Then fetal causes, chromosomal abnormalities, major structural abnormalities, RH incompatibility. So these are all the fetal causes. Then diagnosis, നമ്മൾ പറഞ്ഞു USG ആണ് confirmatory diagnosis. Repeated ആയിട്ട് examination ചെയ്യുക, then confirm IUD. Then diagnosis and പറഞ്ഞു signs and symptoms mainly retrogression of the positive breast changes. നമുക്കറിയാം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ബ്രസ്റ്റ് പതിയെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. റിട്രോഗ്രഷൻ ഓഫ് ദ പോസിറ്റീവ് ബ്രസ്റ്റ് ചേഞ്ചസ്. ദെൻ സിംറ്റംസ് എന്നിട്ട് ആബ്സെൻസ് ഓഫ് ഫിറ്റൽ മൂവ്മെന്റ്സ്. അനക്കം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അമ്മ പറയുന്ന കംപ്ലൈന്റ് എനിക്ക് അനക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് FHS കിട്ടില്ല. ദെൻ പെർ അബ്ഡോമൻ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവൽ റിഗ്രഷൻ ഓഫ് ദ ഫണ്ടൽ ഹൈറ്റ്, യൂട്രൈൻ ടോൺ ഡിമിനിഷ് ചെയ്തിട്ടുണ്ടാവാം, നോ ബ്രാക്ഷൻ ഹിസ്റ്റൺ കൺട്രാക്ഷൻസ്, നോ ഫിറ്റൽ മൂവ്മെന്റ്സ്, ദെൻ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻസിൽ കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USG ആണ്. ദെൻ NSG ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ട്രേസ് ആയിരിക്കും, ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ സർട്ടൻ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഫൈബ്രിനോജൻ ആൻഡ് പ്രോത്രോംബിൻ ചെയ്യുന്ന, CBC, GTT, HbA1c. ദെൻ കോംപ്ലിക്കേഷൻസ് സൈക്കോളജിക്കൽ അപ്സെറ്റ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇൻഫെക്ഷൻസ് ഡ്യൂ ടു റിട്ടൈൻഡ് ബോഡി പാർട്സ് അല്ലെങ്കിൽ റിട്ടൈൻഡ് പ്ലാസന്റ് ഒക്കെ മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ബേബി ഒരു വിത്തിൻ 1 or 2 വീക്സിന്റെ ഉള്ളിൽ ബേബി ഡെത്ത് ആയിട്ടും യൂട്രസിനുള്ളിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ബ്ലഡ് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ്. ദെൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ കൺസെപ്ഷ്യൽ കെയർ ആണ്. അതുപോലെ തന്നെ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ആൻഡ് സ്ക്രീൻ ഹൈ റിസ്ക് മദേഴ്സ്. ദെൻ കമ്മിങ് ടു ദ ഡെലിവറി, ഇൻഡക്ഷൻ ഓഫ് ലേബർ ആണ്. നമ്മൾ പറഞ്ഞു ഒരു LSCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എക്കണോമിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ ഡെലിവറി ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. നോർമൽ ഡെലിവറി ഏതർ ബൈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡെലിവറി ആക്കാം, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ഇൻഡക്ഷൻ ചെയ്യും. 2 സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ്പെക്ടന്റ് ആറ്റിറ്റ്യൂഡ്, ബി കൈൻഡ് ആൻഡ് എംപത്തറ്റിക് ടു ദ പേഷ്യന്റ്. ദെൻ റീസൺസ് ഫോർ ഏർലി ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രൊലോങ്ങേഷൻ ഓഫ് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ചില പേഷ്യൻസിൽ ഫൈബ്രിനോജൻ ലെവൽ ഫോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട്. ദെൻ എവിഡൻസ് ഓഫ് ബ്ലീഡിങ് ആൻഡ് ഇൻഫെക്ഷൻസ്. ദെൻ സ്റ്റോറേജ് ഓഫ് ദ പ്ലാസന്റ, അല്ലെങ്കിൽ ഇത് നമ്മൾ കാരിയോടൈക് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസന്റ ഫർദർ സ്റ്റഡീസിന് വേണ്ടി സെൻഡ് ചെയ്യുന്നതാണ്. ദെൻ ഫോർ ലാക്ടേഷൻ സപ്രഷൻ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് ടാബ്ലറ്റ് കാബർഗോളിൻ ആണ്. സിംഗിൾ ഡോസ് ആണ് കൊടുക്കുന്നത്, 1 mg. ഈ 1 mg മാത്രം പോയാൽ മതി, അത് കൂടുതൽ പോവണ്ട. നമുക്ക് ഏതർ അത് 0.5 mg ആയിട്ട് BD ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 mg സിംഗിൾ ഡോസ് ആയിട്ടും കൊടുക്കാം. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രീ എക്ലാംഷ്യ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിന് ഇത് കൊടുക്കില്ല. ദെൻ ലാക്ടേഷൻ സപ്രഷന് വേണ്ടിയിട്ട് നാച്ചുറൽ മെത്തേഡ്സ് പറഞ്ഞു, ജാസ്മിനും ക്യാബേജ് ലീവ്സും. ദെൻ മാനേജ്മെന്റ് ഓഫ് പ്യൂപ്പേറിയം, എംപത്തറ്റിക് അപ്രോച്ച് വേണം. അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കോസ്. അമ്മയാണ്, സ്വന്തം കുഞ്ഞാണ്, സോ അവർക്ക് കോസ് അറിയേണ്ട ആവശ്യമുണ്ട്. സോ അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കോസ്. ദെൻ
കൂടുതലായിട്ട് ഒരു സൈക്കോളജിക്കൽ അപ്സെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക്, അവരൊരു വേറൊരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ദ ഒപ്പീനിയൻ ഫ്രം ദ സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ. Then they are preparing for next pregnancy ആണെന്നുണ്ടെങ്കിൽ they can evaluate the previous reports of the stillbirth, then correct the abnormalities. നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രോംബോഫീലിയ ഉണ്ടെങ്കിൽ they can correct the abnormalities, then സപ്പോർട്ട് കൊടുക്കുക, പ്രോപ്പർ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രീക്വന്റ് വിസിറ്റ്. സോ ഇത്രയാണ് IUD-ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.